നമസ്കാരം, ചിലചിലാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാളെ 10th പ്രിലിംസിന്റെ സ്റ്റേജ് 3 നടക്കുവാണ്, നമുക്കറിയാം. അപ്പം ഇനി സ്റ്റേജ് 3-4 ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടു അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ 2 വീഡിയോയോളം കണക്റ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ജസ്റ്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണക്റ്റഡ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുന്നത് ഉപകാരമായിരിക്കും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവരുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചിലചിലാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുകയും നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിൽ എല്ലാ കോഴ്സും അവൈലബിൾ ആണ്, എല്ലാ കോഴ്സും റണ്ണിങ് ആണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ കോഴ്സുകളും അതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഏതാ കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് പഠിക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നാണ് ചോദ്യം. അപ്പം ഉത്തരം ഗോദാവരിയാണ് കേട്ടോ. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ, ഗോദാവരി 1465 കിലോമീറ്റർ ഉണ്ട്, കാവേരി 800 കിലോമീറ്റർ, താപ്തി എത്രയാണ് 724 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പം നദികളുടെ നീളം ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ നമുക്ക് എക്സാമിന് എളുപ്പമായിരിക്കും. അപ്പൊ ഉപദ്വീപിനുള്ള ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോദാവരിയാണ്, 1465 കിലോമീറ്റർ ആണ് കേട്ടോ. അടുത്ത, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാല് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. ഇത് മാറ്റിയും തിരിച്ചൊക്കെ ചോദിക്കാം, ചിലപ്പോൾ ചേരുംപടി ചേർക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസം ഓർത്തിരിക്കുക, ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഇത് പല രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാറുണ്ട്, പിന്നെ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറയും. ഗോഡ്വിൻ ആസ്റ്റിന് ഇതെന്താണ്? പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് വരുന്നത്. ഓക്കെ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? കാഞ്ചൻജംഗ എഴുതണം. അല്ലാതെ ഇന്ത്യയിലെ ഉയരം കൂടിയെന്ന് ചോദിക്കുമ്പോൾ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ എന്നുണ്ടാവും. അപ്പൊ അത് മൗണ്ട് എവറസ്റ്റ് 8849 മീറ്റർ ആണ്. അപ്പൊ അതിന്റെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാഞ്ചൻജംഗ 8586 മീറ്റർ ആണ്. നന്ദാദേവി എന്ന് പറയുമ്പോൾ 7816 മീറ്റർ. മൗണ്ട് K2 8611 മീറ്ററിലൂടെ ഓർത്തിരിക്കുക കേട്ടോ. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരുടെ ജന്മദിനമാണ് എന്ത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് വെച്ചാൽ ഡോക്ടർ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ് കേട്ടോ. അടുത്തൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? ചിലപ്പോൾ ചോദിക്കും ഭാഗമായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ളത് ആരെന്ന് ചോദിക്കും. ഇതിപ്പോ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസൽ അലി അംഗമാണ്, HN കുൻസ്രു അംഗമാണ്, KM പണിക്കർ അംഗമാണ്. അംഗമല്ലാത്തത് ആരാണ്? VP മേനോൻ ആണ്. ഓക്കെ, അപ്പം അത് ഉത്തരം ഏതാണ്? ഭാഗമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം VP മേനോൻ ആണ് കേട്ടോ. അടുത്ത, ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി എന്താണ് പറയുന്നത്? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി എന്താണ്? ഡെക്കാൻ പീഠഭൂമി എന്നാണ് പറയുന്നത്. എന്താണ്? ഡെക്കാൻ പീഠഭൂമി എന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇത് ഒരുപാട് തവണ ചോദിച്ചു, റിപ്പീറ്റഡ് ആയിട്ടുള്ള POQ ആണ് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ. ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ മൊത്തത്തിലുള്ളത് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ എല്ലാ മേഖലകളും പഠിക്കുന്നുണ്ട്. ഇതിലിപ്പോ ക്വസ്റ്റ്യൻ എന്താണ്? ധാതുക്കളുടെ കലവറ ഓർത്ത് വെച്ചാൽ ധാതുക്കളുടെ കലവറ എന്ന് ഓർത്തിട്ട് ഉപദ്വീപീയ പീഠഭൂമി ഓർത്താൽ മതി. ഒരു വാക്കും അതിന്റെ ഉത്തരവും കൂടി ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്ത, കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കൈഗയാണ് കേട്ടോ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്നവയിൽ കൈഗയാണ് ഉത്തരം.
കൽപ്പാക്ക എവിടെയാണ്? തമിഴ്നാടാണ് വരുന്നത്. കാക്രപ്പാറ എവിടെയാണ്? കാക്രപ്പാറ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗുജറാത്ത് ആണ്. നറോറ ഉത്തർപ്രദേശ് ആണ്. കൈഗ കർണാടകയാണ്. താരാപൂറും ജയ്താപൂർ എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ഓക്കെ, കൽപ്പാക്ക എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കാക്രപ്പാറ ഗുജറാത്തിലാണ്. നറോറ UP, കൈഗയാണ് നമ്മുടെ ഉത്തരം കർണാടകയിലാണ്. പിന്നെന്താണ്? താരാപൂർ ജയ്താപൂർ ഒക്കെ വരുന്നുണ്ട്. അതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ഇതാണ് ആണവോർജ നിലയമാണ് കേട്ടോ. കർണാടകത്തിലെ ആണവോർജ നിലയം കൈഗയാണ്. അടുത്ത, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അപ്പൊ നദികളും പോഷക നദികളും എന്തായാലും ഓർത്തിരിക്കാം. അമരാവതിയുടെ പോഷക നദി എന്താണ്? കാവേരിയാണ്. ഏതാണ്? കാവേരിയാണ് കേട്ടോ. അടുത്ത്, കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? കരിമ്പ് ഉൽപാദനത്തില് 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഉത്തർപ്രദേശ്. അപ്പൊ ഷുഗർ കെയിൻ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ നോക്കി, കരിമ്പ് എന്താണ്? ഉത്തർപ്രദേശ് ആണ്. ജ്യൂട്ട് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. 1-ാം സ്ഥാനത്തുള്ളതാണ് പറയുന്നത് കേട്ടോ. കോട്ടൺ എവിടെയാണ്? ഗുജറാത്തിലാണ്. റൈസ് വെസ്റ്റ് ബംഗാള് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്. ഇതാണ് പ്രധാന കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കേട്ടോ. പിന്നെ മൈക്ക ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ ഉണ്ട്. ഷുഗർ കെയിൻ എന്താണ്? ഇതിൽ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? C ആണ്. ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നതിൽ ഉത്തർപ്രദേശ് ആണ് ആൻസർ. ജ്യൂട്ട് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ ആണ് WB എന്ന് എഴുതിയിരിക്കുന്നത്. കോട്ടൺ ഗുജറാത്ത് ആണ്. അതുപോലെ 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടുകൂടി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. ഇരുമ്പുരുക്കുശാല PS ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്, സ്ഥിരം ചോദിക്കും. ഇവ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. 1959 ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് ചോദിച്ചിരുന്നത്. ജർമ്മൻ ആണെങ്കിൽ റൂർക്കേലയാണ്. 1959 ജർമ്മൻ ആണെങ്കിൽ എന്താണ്? റൂർക്കേലയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് 1959 ആണ് ജർമ്മൻ. ഓക്കെ, അടുത്ത് ബിലായ് ഉണ്ട്. ബിലായ് 1959 തന്നെയാണ്. ആരുടെ സഹായമാണ്? റഷ്യയുടെ സഹായമാണ്. ദുർഗാപൂർ ആരുടെ സഹായമാണ്? 1968 വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ, ബ്രിട്ടന്റെ സഹായത്തോടു കൂടി. പിന്നെ നമുക്കറിയാം ബൊക്കാറോ ഏതാണ്? 1964 റഷ്യയുടെ സഹായത്തോടു കൂടെയാണ്. ഓക്കെയാണ്. മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് ബിലായ്, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ. ഇരുമ്പുരുക്കശാല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1959 ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കശാലയാണ് ഏത്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല എന്ന് പറയുന്നത്. റൂർക്കേല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. റൂർക്കേല 1959 ജർമ്മൻ ആണ്. ബിലായ് ആണെങ്കിലും 1959 തന്നെയാണ്. ആരുടെ സഹായത്തോടുകൂടി? റഷ്യയുടെ സഹായത്തോടുകൂടി. ദുർഗാപൂർ വെസ്റ്റ് ബംഗാള് ബ്രിട്ടന്റെ സഹായത്തോടുകൂടി. ബൊക്കോറ 1964 റഷ്യയുടെ സഹായത്തോടുകൂടി. അടുത്ത, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 30 ആണ് കേട്ടോ. 30. 21 എന്ന് പറയുന്നത് ഈ തദ്ദേശീയമായിട്ടുള്ളതായിരിക്കും. അടുത്തത്, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം ഉത്തരം 30 ആണ് കേട്ടോ. 30 ആണ് രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം. 35 എന്ന് പറയുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഈ ഗവർണർ, അതൊക്കെയാണ് 35 വരുന്നത് കേട്ടോ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഒക്കെ 35 ആണ്. 21 എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയമായിട്ടുള്ളതൊക്കെ 21 വയസ്സാണ്. 25 എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സിന്റെ വയസ്സ് അത്രയായിരിക്കും. പിന്നെ MP, MLA ഒക്കെ 25 ആയിരിക്കും. ഓക്കെ ആണ്. അപ്പൊ രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയെന്ന് വെച്ചാൽ 30 ആണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. മാറിപ്പോരുത്, 35 മാറിപ്പോരുത്, 30 ആണ് കേട്ടോ. അടുത്ത, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പൊതുജന ആരോഗ്യമാണ്. പൊതുജന ആരോഗ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റുകളും വിഷയങ്ങളും ഒന്ന് നോക്കി വെച്ചേക്കാം. ഓർത്തിരിക്കുക, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് വിദേശകാര്യം, റെയിൽവേ, പ്രതിരോധം, സെൻസസ്, ടെലിഫോൺ, ലോട്ടറി ഒക്കെ. കണ്ടോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇത് വരുന്നത്? നമ്മുടെ പൊതുജന ആരോഗ്യം വരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് നോക്കി. കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ് സ്ഥിരമായിട്ട് ചോദിക്കും. ഇതിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനൊക്കെ ആയിരിക്കും തന്നിരിക്കുക. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്തത്, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രയാണ്? ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ 10th സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഉത്തരം 25 ആണ്. 25 തൊട്ട് 28 വരെയാണ് എന്ത്?
മതസ്വാതന്ത്ര്യത്തിനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ കഴിഞ്ഞ 10th പ്രിലിംസിന് ഞാൻ പറഞ്ഞതുപോലെ എന്താ ചോദിച്ചിട്ടുണ്ട്, അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ ആദ്യത്തേത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 14 എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് ചേരുംപടി ചേർക്കാനായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത്. സോ അതുകൊണ്ട് ആർട്ടിക്കിൾസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. അടുത്ത, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണെന്ന് എഴുതുക. മതികെട്ടാൻ ചോല വയനാടാണ്, അത് തെറ്റാണ്. മതികെട്ടാൻ ചോല എവിടെയാണ്? ഇടുക്കിയാണ് വരുന്നത്. പാമ്പാടും ചോല ഇടുക്കിയാണ്. ആറളം വന്യജീവി സങ്കേതം എന്താണ്? കണ്ണൂരാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം അല്ല, അത് മലപ്പുറമാണ്. നമ്മള് വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സാമിന് പോകുന്നവർ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് പോയി ടോപ്പിക് വൈസ് ജികെകളും കറണ്ട് അഫയേഴ്സും ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പം ജോഡികൾ ഏതെല്ലാം ചോദിച്ചാല് എന്താണ്? 2ഉം 3ഉമാണ്. എ ആണ് കേട്ടോ. 2ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം മതികെട്ടാൻ ചോല ഇടുക്കിയാണ്, പാമ്പാടും ചോല ഇടുക്കി, ആറളം കണ്ണൂർ, കരിമ്പുഴ മലപ്പുറമാണ്. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയെന്നാണ് ചോദിച്ചത്? ഇലക്ട്രോൺ ആണ് കേട്ടോ. കഴിഞ്ഞ തവണ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ ജെ തോംസൺ കണ്ടെത്തിയത് ഏതാണ്? ഇലക്ട്രോൺ ആണ്, ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ക്രിസ്റ്റൽ ആകൃതിയിൽ അല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? കൽക്കരിയാണ്. ക്രിസ്റ്റൽ ആകൃതിയിൽ അല്ലാത്ത കാർബണിന്റെ രൂപം. സാധാരണ കാർബണിന്റെ രൂപം ഏതെന്നായിരിക്കും ചോദിക്കുക. ഇപ്പൊ ചെന്നേക്കുന്നത് എന്താണ്? ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം എന്ന് വെച്ചാൽ കൽക്കരിയാണ് കേട്ടോ. അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൽക്കരിയാണ് എന്നുള്ളത്. അടുത്ത, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യാന്ത്രികോർജം, വൈദ്യുതോർജം കേട്ടോ. യാന്ത്രികോർജം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 2 സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യാന്ത്രികോർജം, ഗതികോർജം, അല്ലെങ്കിൽ സ്ഥാനാന്തരം സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന. അപ്പൊ കണക്റ്റഡ് ഫാക്ട്സ് കൂടെ നോക്കിയിട്ട് പോകണം കേട്ടോ. അടുത്ത, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ചെയർപേഴ്സൺ ശ്രീ സതീദേവി. ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, POQ ആണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ഉത്തരം C ആണ്. 1ഉം 2ഉമാണ് കേട്ടോ. അടുത്ത്, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ്? ഹൃദയാഘാതമാണ് കേട്ടോ. പക്ഷാഘാതം ഫസ്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ഉത്തരം ഹൃദയാഘാതമാണ്, ഓർത്തിരിക്കുക. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതാണ് കേട്ടോ. അടുത്ത്, ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക എന്നാണ്. ഇതിലിപ്പോ 1ഉം 3ഉമാണ് ശരി. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു, തെറ്റാണ്. അഭിനവ കേരള മുഖപത്രം തുടങ്ങി, ശരിയാണ്. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നവോത്ഥാനത്തിനെ പറ്റി 2-3 ക്വസ്റ്റ്യൻസ്, 2-3 അല്ല അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് 2 പ്രിലിംസിനുമായിട്ട്. അപ്പൊ നവോത്ഥാനം കുറച്ച് നന്നായിട്ട് നോക്കുക. കണക്റ്റഡ് ഫാക്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത, ഭൂവൽക്കത്തിലെ ബലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബല എന്ന് ചോദിച്ചാല് ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള ഏതാണ്? സംവഹന പ്രവാഹമാണ്. ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഭൂവൽക്കത്തിലെ ബലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം എന്ന് ചോദിച്ചാല് ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. അടുത്ത, സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് എൽ നിനോയാണ് കേട്ടോ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് ആദ്യത്തെ ലിഖിത ഭരണഘടന അല്ല, ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കുവാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. അപ്പൊ ഉത്തരം 1, 3, 4 സവിശേഷതയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതെന്ന് വെച്ചാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അപ്പീൽ അധികാരം, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കേട്ടോ. അപ്പൊ അപ്പീൽ അധികാരവും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ഉൾപ്പെടാത്തത്, അധികാരത്തിൽ പെടാത്തതാണ്. നിങ്ങൾ എക്സാമിന് ശരിയായവ ശരിയല്ലാത്തത് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. അടുത്ത, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു വെച്ചാൽ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഏത്? വിസരണം എന്ന് പറയുന്നത്. അടുത്ത, ഏറ്റവും കാഠിന്യമുള്ള ലോഹം തന്നിരിക്കുന്നവയിലാണ് ക്രോമിയം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിന് എന്താണ് പറയുന്നത്? മാസ് എന്ന് പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. അതായത് എന്താ, ഡാമും സംസ്ഥാനവും നദിയുമാണ് തന്നിരിക്കുന്നത്.
അപ്പൊ കഴിഞ്ഞ കണക്റ്റഡ് ട്രാക്സ് നമ്മൾ ഡാമിന്റെ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടുപോകുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അണക്കെട്ടുകളും നദികളുമാണ്. സർദോർ സരോവർ വരുന്നത് നർമ്മദ, ഹിരാക്കുഡ് മഹാനദിയാണ്, നാഗാർജുന സാഗർ കൃഷ്ണ, ശ്രീശൈലം കൃഷ്ണ, തെഹ്രി ഭഗീരഥി, ബക്രാനങ്കൽ സത്ലജ് ആണ്, പോങ് ബിയാസ് ആണ്, അൽമാട്ടി കൃഷ്ണ, രഞ്ജിത് സാഗർ രവി, ഉറിഡാം ചലം, ബഗ്ലിഹാർ ചിനാവ്, മേട്ടൂർ കാവേരി, കൃഷ്ണരാജസാഗർ കാവേരിയാണ്, കാക്രപ്പാറ താപ്തിയാണ്, സലാൽ ചിനാബ്, ഓംകാരേശ്വർ നള. ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡാമുകൾ കേട്ടോ. കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ നാളെ എക്സാമിന് പോകുമ്പോ ജസ്റ്റ് കണക്റ്റഡ് ഫാക്ട്സ് കൂടി ഒന്ന് നോക്കിയിട്ട് പോവാൻ ശ്രമിക്കുക. കണക്റ്റഡ് ഫാക്ട്സ് നോക്കുക. പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടുള്ള GK സെപ്പറേറ്റ് ഉണ്ട്. ഈ ദേശീയോദ്യാനങ്ങള്, ജലവൈദ്യുത പദ്ധതികള്, ദേശീയ പാതകള്, അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ നവോത്ഥാനം കൂടി എക്സ്ട്രാ കുറച്ച് അധികം നോക്കിയിട്ട് പോവാ, കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.